നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വയനാട്ടിൽ. ഉരുൾ ദുരന്തമുണ്ടായ വയനാട്ടിൽ അദ്ദേഹം നാളെ സന്ദർശനം നടത്തും. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പ് അദ്ദേഹം സന്ദർശിക്കും എന്നതടക്കമുള്ള ഔദ്യോഗിക അറിയിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അദ്ദേഹം ഹെലികോപ്റ്ററിൽ ദുരന്ത സ്ഥലം കാണും എന്ന ഒരു സൂചനയുമുണ്ട്. അദ്ദേഹം എത്തുമെന്ന കാര്യത്തിൽ ഔദ്യോഗിക അറിയിപ്പ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പ് അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് വിവരം. ഹെലികോപ്റ്ററിൽ ദുരന്ത സ്ഥലം കാണും എന്ന സൂചനയും കിട്ടുന്നുണ്ട്. രാവിലെ വിമാനമാർഗം കണ്ണൂരിലോ കോഴിക്കോട്ടോ അദ്ദേഹം ഇറങ്ങും. അതിനുശേഷമായിരിക്കും വയനാട്ടിലേക്ക് പോകുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് നാളെ രാവിലെ 10 മുതൽ കൽപ്പറ്റ, മേപ്പാടി ടൗണുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല SPGയും വലിയ രീതിയിലുള്ള സംരക്ഷണം നൽകി പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും എങ്ങനെയാണ് വയനാട്ടിലെ ഗതാഗത നിയന്ത്രണം എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി രാവിലെ 10 മണി മുതൽ വയനാട് ജില്ലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയാണ് അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യം. കൽപ്പറ്റ, മേപ്പാടി ടൗണുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പോലീസ് മേധാവി അറിയിച്ചു. മാത്രമല്ല ഇവിടേക്ക് ആംബുലൻസ് ഉൾപ്പെടെയുള്ള അത്യാവശ്യ വാഹനങ്ങൾ കയറ്റിവിടും. പക്ഷേ അത്യാവശ്യ വാഹനങ്ങൾ മാത്രമേ പ്രവേശനം അനുവദിക്കൂ എന്നാണ് മുന്നറിയിപ്പ്. ടാക്സി, ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങൾ രാവിലെ 11 മുതൽ പ്രധാനമന്ത്രി സന്ദർശനം കഴിഞ്ഞു മടങ്ങുന്നതുവരെ കൽപ്പറ്റ കൈനാട്ടി ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ മേപ്പാടി വിംസ് ആശുപത്രി വരെയും മേപ്പാടി ടൗൺ മുതൽ ചൂരൽമല വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളും പാർക്ക് ചെയ്യാൻ പാടില്ല എന്നും അറിയിപ്പുണ്ട്. കൽപ്പറ്റ ജനമൈത്രി ജംഗ്ഷൻ മുതൽ KSRTC ഗാരേജ് ജംഗ്ഷൻ വരെയും പാർക്കിംഗ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബസ്സുകളുടെ നിയന്ത്രണം എത്തരത്തിലാണ് എന്ന് നോക്കാം. സുൽത്താൻ ബത്തേരി, മാനന്തവാടി ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന KSRTC സ്വകാര്യ ബസ്സുകൾ കൽപ്പറ്റ കൈനാട്ടി ജംഗ്ഷൻ കഴിഞ്ഞുള്ള ബൈപ്പാസ് റോഡിൽ കയറി ആളുകളെ ഇറക്കുകയും കയറ്റുകയും ചെയ്ത ശേഷം കൽപ്പറ്റ ബൈപ്പാസിലൂടെ പോകണം. കോഴിക്കോട് നിന്ന് മാനന്തവാടി, ബത്തേരി ഭാഗത്തേക്ക് വരുന്ന KSRTC സ്വകാര്യ ബസ്സുകൾ കൽപ്പറ്റ ജനമൈത്രി ജംഗ്ഷൻ കഴിഞ്ഞുള്ള ബൈപ്പാസ് റോഡിലൂടെ കയറി ആളെ ഇറക്കുകയും കയറ്റുകയും ചെയ്ത ശേഷം ബൈപ്പാസിലൂടെ തന്നെ പോകണമെന്നാണ് മുന്നറിയിപ്പ്. വട്ടുവൻചാൽ ഭാഗത്തു നിന്ന് വരുന്ന KSRTC സ്വകാര്യ ബസ്സുകൾ മുപ്പൈനാട്, നെടുമ്പാല, തൃക്കൈപ്പറ്റ, മുട്ടിൽ, കൈനാട്ടി വഴി ബൈപ്പാസിലേക്ക് കയറണം. സുൽത്താൻ ബത്തേരി, മാനന്തവാടി ഭാഗത്തു നിന്നും കൽപ്പറ്റയ്ക്ക് വരുന്ന വാഹനങ്ങൾ ബൈപ്പാസിൽ കയറി കൈനാട്ടി ജംഗ്ഷനിൽ ആളെ ഇറക്കി തിരിച്ചു പോകണം എന്നാണ് നിർദ്ദേശം. ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയ വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ട്. ബത്തേരി ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ അവ കൈനാട്ടി ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് പുളിയാർമല, മണിയങ്കോട്, മുണ്ടേരി, വെയർഹൌസ് ജംഗ്ഷൻ, പുഴമൂടി, വെള്ളാരംകുന്ന് വഴി പോകേണ്ടതാണ്. മാനന്തവാടി ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ 4 മൈൽ, വെള്ളമുണ്ട, കുറ്റ്യാടി ചുരം വഴി പോകണം. കോഴിക്കോട് ഭാഗത്തു നിന്ന് മാനന്തവാടി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വൈത്തിരി, പൊഴുതന, പടിഞ്ഞാറത്തറ വഴിയാണ് പോകേണ്ടത്. കോഴിക്കോട് ഭാഗത്തു നിന്നും ബത്തേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വൈത്തിരി, പൊഴുതന, പടിഞ്ഞാറത്തറ, കമ്പളക്കാട്, പച്ചിലക്കാട്, മീനങ്ങാടി വഴി പോകണം. വടുവൻചാൽ ഭാഗത്തു നിന്നും കൽപ്പറ്റയിലേക്കുള്ള വാഹനങ്ങൾ മുപ്പൈനാട്, നെടുമ്പാല, തൃക്കൈപ്പറ്റ, മുട്ടിൽ വഴിയും പോകണം. ചരക്ക് വാഹനങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ബത്തേരി ഭാഗത്തു നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ചരക്ക് വാഹനങ്ങൾ ബീനാച്ചി, കേണിച്ചിറ, പനമരം 4 മൈൽ വഴിയോ മീനങ്ങാടി, പച്ചിലക്കാട് 4 മൈൽ വഴിയോ കുറ്റ്യാടി ചുരം വഴിയാണ് പോകേണ്ടത്. മാനന്തവാടി ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ചരക്ക് വാഹനങ്ങൾ 4 മൈൽ, വെള്ളമുണ്ട വഴി കുറ്റ്യാടി ചുരം വഴിയും പോകേണ്ടതാണ്. എന്തായാലും ഇത്തരത്തിലാണ് വാഹന ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് പ്രധാനമന്ത്രി എത്തുക. എന്തായാലും പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ, അങ്ങനെയൊരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തുമോ എന്നതാണ്. അതും ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നാളെ വയനാട്ടിൽ എത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.